എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈസ്റ്റർ ഒക്കെ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫിഷ് മപ്പാസ് ആണ്. അതായത് നമ്മുടെ ഐക്കുറ മീൻ വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് എരിവൊക്കെ കുറഞ്ഞ് നല്ല അപ്പത്തിനൊക്കെ പറ്റിയ രീതിയിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു ഐക്കുറ മീൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ 3 വലിയ പീസാണ് മീൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ വേണ്ടത് കുറച്ച് ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്, ഗ്രാമ്പും പട്ടയൊക്കെ ചെറിയ പീസ് മതി, കൂടി പോകരുതേ. പെപ്പർ പൗഡർ വേണം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില, വലിയ ഉള്ളി, പച്ചമുളക് എല്ലാം നീളത്തിൽ കട്ട് ചെയ്തതാണേ നമുക്ക് മപ്പാസിന് വേണ്ടിയിട്ട് വേണ്ടത്. പിന്നെ വിനാഗിരി വേണം, പാല് 1 കപ്പ് നല്ല ആദ്യത്തെ പാലും 1.5 കപ്പ് രണ്ടാം പാലും തേങ്ങയുടേത് എടുത്ത് ആദ്യം പിഴിഞ്ഞ് റെഡിയാക്കി വെക്കണം. വെളിച്ചെണ്ണയിലാണ് പാചകം. നല്ല വെളിച്ചെണ്ണയുടെ മണമുള്ള കറിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും മുളകും പെപ്പർ പൗഡറും. മുളക് പൊടി അധികം ചേർക്കുന്നില്ല കേട്ടോ. ഇതിന് എരിവായിട്ട് കൂടുതലും ചേർക്കുന്നത് പച്ചമുളകും പെപ്പർ പൗഡറുമാണ്. ഇനി കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഈ കൂട്ടത്തിൽ ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഫിഷിന്റെ പീസിലേക്ക് നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് പെരണ്ട് പിടിച്ചു വരണം. അതിന് വേണ്ടിയിട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് ഒരു കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട്, ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുവാണെങ്കിൽ മീനൊന്നും പൊട്ടിപ്പോവുകയില്ല, ഉപ്പും മുളകൊക്കെ അതിൽ പിടിച്ചു ഇരിക്കും. ഇനി നമ്മളൊന്ന് ഫിഷ് ഒന്ന് ഷാലോ ഫ്രൈ, ഡീപ് ഫ്രൈ ഒന്നും വേണ്ട കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അധികം വെളിച്ചെണ്ണയിലുള്ള പാചകമൊന്നും അല്ല ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. കറിവേപ്പില ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഫിഷിന്റെ പീസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പൊട്ടിപ്പോകാതെയൊക്കെ വേണം നമ്മളത് ചെയ്യാൻ. മറിച്ചിടുമ്പോഴൊക്കെ ഞാൻ ആ ഫിഷ് മാരിനേറ്റ് ചെയ്ത ചട്ടിക്കകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ഉണ്ടല്ലോ, ആ വലിയ ഉള്ളി ഒന്ന് തിരുമ്മി എടുക്കണം. അതായത് ഒരിത്തിരി ഒരു സ്പെഷ്യലായിട്ട് ഒരു ടേസ്റ്റ്. അത് നമ്മൾ ഉപ്പൊന്നും പുളിയൊന്നും ചേർത്തിട്ടുള്ളതല്ലല്ലോ ഫിഷ് കറിക്ക്. അപ്പം ഞാനൊരു സ്പൂൺ വിനാഗിരിയും ഉപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് ആ മസാലയിൽ തന്നെ ഇട്ട്, നമ്മൾ മാരിനേറ്റ് ചെയ്ത ചട്ടിയിൽ കുറച്ച് മസാലയൊക്കെ ഉണ്ട്, ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ ഫിഷ് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നല്ല നെയ്യൊക്കെയുള്ള മീനാണ്, കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഇനി കൂട്ടി നോക്കുമ്പോൾ അറിയാം അതിൻ്റെ രുചിയൊക്കെ എങ്ങനെയുണ്ടെന്ന്. അത് പൊട്ടിപ്പോകാതെ മറ്റേ സൈഡും കൂടി ഒന്ന് മറിച്ചിട്ട്, അധികം ഫ്രൈ ആവണ്ട കേട്ടോ. ഒത്തിരി ഫ്രൈ ആയാൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഒക്കെ കുറയും. ഇപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ആ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് ഞാനൊരു മൺചട്ടിയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം അത് അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് ബാക്കിയുള്ള എണ്ണ അതിനകത്തേക്ക് ചട്ടിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. അതിൻ്റെ കൂട്ടത്തിലൊരു 2-3 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. ഫിഷ് ഫ്രൈ ചെയ്തതും വെളിച്ചെണ്ണയാണ്, കറി വെക്കുന്നതും എല്ലാം. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഗ്രാമ്പൂ 2 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു, കറുവാപ്പട്ടയും ഉലുവയും ഇത്ര ഇട്ട് ഒന്ന് നല്ലൊരു മൂത്തൊരു സ്മെല്ല് വരും. ഒന്നും കൂടി പോകേണ്ടതേ. അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇട്ട് ഒന്ന് വഴറ്റുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നീളത്തിലരിഞ്ഞ പച്ചമുളകും കുരുമുളകുമാണ് എരിവിനായിട്ട് ചേർക്കുന്നത്. മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടല്ല ഈ കറി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ഉണ്ടല്ലോ, ആ വലിയ ഉള്ളിയും കൂടെ കറിയിലേക്കല്ല കേട്ടോ, വഴറ്റുന്നതിനകത്തേക്കിട്ട്
ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ മിസ്റ്റേക്ക് വരുന്നുണ്ട് അല്ലേ, ക്ഷമിക്കണേ. അപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഒരു പകുതി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിലും മൺചട്ടിയും കൂടെ ആയതുകൊണ്ട് ചോട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. മൂടി വെച്ചിട്ട് ഇതിലേയും പോയേക്കരുതേ. ഇപ്പൊ ഏകദേശം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇച്ചിരി പുളിയുള്ള തക്കാളിയാണേ നല്ലതേ. പുളി കുറഞ്ഞ തക്കാളി വേണ്ട. കാരണം മീനിന്റെ പീസിലൊക്കെ ഇച്ചിരി പുളിയൊക്കെ പിടിക്കണമെങ്കിൽ, ഗ്രേവിക്കൊക്കെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാകണമെങ്കിൽ തക്കാളിക്ക് ഒരിച്ചിരി പുളിയുള്ള തക്കാളിയാണെങ്കിൽ നല്ലതാണ്. അതിനകത്തേക്ക് ആ തക്കാളി ഒന്ന് വേഗം സോഫ്റ്റ് ആകാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വെക്കണം. തക്കാളിയൊക്കെ ഇവിടെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല പൗഡർ, അതായത് പെപ്പർ, ടേമറിക്ക്, കൊറിയാണ്ടർ പൗഡർ, ഇത്രയും ചേർത്ത് ഒരു മൂത്ത മണമൊക്കെ വരണം. ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ സൂപ്പറാണ് ഈ കറി കേട്ടോ. അതിനകത്തേക്ക് തേങ്ങയുടെ 2 പാൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കറിവേപ്പിലയൊക്കെ ഈ സമയം കയ്യിലുണ്ടെങ്കിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കറി ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ. കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കുറുകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിന്റെ പീസ് സാവധാനം അങ്ങ് ഇട്ട് കൊടുക്കാം. പൊട്ടിപ്പോകല്ലേ. നമ്മൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സ്പൂണിട്ട് ഇളക്കുന്നതിന് പകരം ആ ചട്ടി ഒന്ന് എടുത്തൊന്ന് ചുറ്റിച്ചു കൊടുത്താലും മതിയേ. മീനിട്ടിട്ട് ഒന്ന് കറി തിളയ്ക്കണേ. മീനിന്റെ ടേസ്റ്റ് ഒക്കെ അതിനകത്തേക്ക് ഇറങ്ങണ്ടേ, ഗ്രേവിക്കകത്തേക്ക്. അത് കഴിഞ്ഞ് 1 പാലും കൂടെ ചേർത്ത്, മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. അപ്പം തിളയ്ക്കാൻ തുടങ്ങുമ്പം തന്നെ ഞാനങ്ങ് ചട്ടി അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുവേ. കാരണം മീൻ ഓൾറെഡി വെന്തതാണ്. അപ്പം 1 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ കറി ഓഫ് ചെയ്യാം. അതിനകത്തേക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത ടൊമാറ്റോസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓരോ പീസ് ഫിഷ് വിളമ്പുമ്പോഴും അതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ പീസ് വെച്ച് വിളമ്പുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫിഷ് മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഈസ്റ്ററിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ നേരുന്നു. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen Malabar.